എന്തിനാണ് നാം ദക്ഷിണാദികൾ നൽകുന്നത്? ദാനം എന്നാൽ ത്യാഗം എന്നും, ദക്ഷിണ എന്നാൽ ധനാർപ്പണം എന്നും, സമർപ്പണം എന്നാൽ പ്രതിഫലേച്ഛ കൂടാതെ സർവവും ഈശ്വരനു സമർപ്പിക്കുന്നത് എന്നുമാണ് അർത്ഥം. നമുക്കായി മറ്റൊരാൾ ഏതു കർമ്മവും ചെയ്യുമ്പോൾ ചെയ്തുതീരുന്നവരെ ആ കർമ്മിയിൽ തന്നെ അതിന്റെ പുണ്യശക്തി ഉണ്ടാവും. ഇനി ആ കർമ്മപുണ്യം നാം നമ്മളിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്ന കർമ്മമാണ് ദക്ഷിണാദികൾ നൽകുന്ന ആ കർമ്മം. ദക്ഷിണ കൊടുക്കുമ്പോഴാണ് പൂജകന്റെ പക്കൽ നിന്നും തങ്ങളിലോട്ട് ആ കർമ്മപുണ്യം മാറ്റം ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് പൂജാകർമ്മങ്ങളുടെ പൂർണ്ണഫലം നമുക്ക് ലഭിക്കുന്നത്. ദോഷനിവാരണിക്കും സുകൃതത്തിനും വേണ്ടിയാണല്ലോ നാം പൂജാദികർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പ്രതിഫല ഇച്ഛയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അത് പാപമാണ്. അതുപോലെ തന്നെ പൂജാകർമ്മം ചെയ്ത വ്യക്തിക്ക് ദാനം നൽകുന്നതും പാപമാണ്. ദാനത്തിന്റെ പാപം മാറ്റാൻ ധനത്തിന്റെ ഒരു ഭാഗം ദക്ഷിണയായി നൽകണം. ഈ ദക്ഷിണ കൊടുക്കുന്നതിലുണ്ടായ പാപം മാറാൻ സർവ്വപാപ സമർപ്പണമായി പൂജകനെ സാഷ്ടാംഗം നമസ്കരിക്കുകയും വേണം. അങ്ങനെയാണ് ദക്ഷിണ സമർപ്പണാദി ചടങ്ങുകൾ പൂർണ്ണമാകുന്നത്. വെറ്റില, അടയ്ക്ക മുതലായവയോടുകൂടി വേണം ദക്ഷിണ നൽകാൻ. വെറ്റില സദ്ഗുണത്തിന്റെയും അടയ്ക്ക രജോ ഗുണത്തിന്റെയും പ്രതീകമാണ്. വെറ്റിലയുടെ അഗ്രം ദക്ഷിണ കൊടുക്കുന്ന ആളിന്റെ നേരെ വെച്ച് ദക്ഷിണ നൽകണം. വെറ്റിലയുടെ അഗ്രം കർമ്മം ചെയ്ത ആളിന് നേരെ വെക്കണം. അപ്പോഴാണ് ആ കർമ്മം ചെയ്ത ആളിൽ നിന്ന് കർമ്മപുണ്യം നമുക്ക് ലഭിക്കുക. എന്നാൽ ദേവകാര്യാർത്ഥം ഗുരുവിനോ ആശ്രമത്തിലോ ക്ഷേത്രത്തിലോ ദക്ഷിണ നൽകുമ്പോൾ വെറ്റിലയുടെ അഗ്രം കൊടുക്കേണ്ട ആളിന്റെ നേരെ ആയിരിക്കണം. ഇത് നമ്മിൽ നിന്നും കർമ്മസമർപ്പണം അവിടേക്ക് നൽകുന്നതിന്റെ സൂചനയാണ്. ദാനം എന്നാൽ ത്യാഗം എന്നും, ദക്ഷിണ എന്നാൽ ധനാർപ്പണം എന്നും, സമർപ്പണം എന്നാൽ പ്രതിഫലേച്ഛ കൂടാതെ സർവവും ഈശ്വരനു സമർപ്പിക്കുന്നത് എന്നുമാണ് അർത്ഥം. ദാനം ആർക്കും എപ്പോഴും ചെയ്യാവുന്നതാണ്. എന്നാൽ ദക്ഷിണയാകട്ടെ ദേവനും ഗുരുവിനും ദൈവിക കാര്യങ്ങൾക്കും ദേവപൂജ ചെയ്ത ആൾക്കും മാത്രമേ അർഹതയുള്ളൂ. അതേസമയം സമർപ്പണം ഈശ്വരനോട് മാത്രമേ പാടുള്ളൂ. സത്കർമ്മങ്ങൾ സമ്പൂർണ്ണമാകുന്ന അവസ്ഥയെയാണ് ദക്ഷിണ സൂചിപ്പിക്കുന്നത്. മേൽപ്പറഞ്ഞ പ്രകാരം കർമ്മങ്ങൾ ചെയ്യാതെ സർവ്വതും സൗജന്യമായി നേടാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഫലസിദ്ധി ലഭിക്കാതെ പോകുന്നത്.